നമ്മുടെ തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ തന്നെയാണ് ഈ ഒരു കോണ്ടന്റ്. സംഗതി തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്നു. അങ്ങനെ ഇന്നലെ രാസലഹരി കേസ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ഇത് ബ്രേക്ക് ചെയ്യുന്നു. ആക്ച്വലി ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയാസ് ഒരു സാധനം ബ്രേക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സ് അടിക്കും, നമുക്ക് വലിയ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവരെ പോലുള്ള വൻ പിടിപാടോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ അന്വേഷിക്കാൻ നമുക്ക് പറ്റും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അന്വേഷിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. കാരണം നമുക്ക് കുറച്ച് പാടുള്ള പരിപാടിയാണ്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ന്യൂസ് ചാനൽസിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കേസ് അവരുടെ കണ്ണിൽ വന്നു കഴിഞ്ഞാൽ, അവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാക്റ്റ് വശം അവർക്കൊരു പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ തൊപ്പി ആയതുകൊണ്ടും തൊപ്പീനെ പിടിച്ച് ഇതിന് തമ്മനയിലിട്ടിട്ട് തൊപ്പീനെ പിടിച്ചിട്ട് തൊപ്പി കേസ് എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ സാധനം കത്തുന്നുള്ളത് കൊണ്ട് ചെയ്ത പരിപാടിയാണോ എന്നറിയില്ല. ഞാൻ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ FIR വെച്ചിട്ടുണ്ട്. 16/11/2024 3:22 കയറിയ FIR ഡീറ്റെയിൽസ് ഞാൻ വെച്ചിട്ടുണ്ട് പാലാരിവട്ടം സ്റ്റേഷനിൽ. അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിലെവിടെയും തൊപ്പി പ്രതിയല്ല. ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് അതിനടിയിൽ എല്ലാവരും കൂടി വന്ന് എനിക്കിട്ട് പൊങ്കാലടിച്ചു. ഞാൻ തൊപ്പീൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെളുപ്പിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യം പറയുമ്പോൾ അതെങ്ങനെ വെളുപ്പിക്കലാവും. ഞാൻ വീണ്ടും FIR ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ വയ്ക്കും. ഇതിലെവിടെയെങ്കിലും തൊപ്പി പ്രതിയായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതുവരെ ഇല്ല. പിന്നെ മുൻകൂർ ജാമ്യത്തിന് എന്തിനു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അന്വേഷണത്തിൽ നിന്നും ഞാനും ഖാദർഭായും കൂടിയാണ് കാര്യമായിട്ട് ഇതൊന്ന് അന്വേഷിച്ചത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചൊവ്വാഴ്ചയാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള കോള് വരുന്നത്. അത് വന്നതിനെ തുടർന്ന് ഞാനതിൽ സംസാരിച്ചപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ്റെ ഡ്രൈവറെ പൊക്കിയ സമയത്ത് ഇവൻ്റെ വണ്ടിയും ഇവരെടുത്തു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെ തുടർന്ന് ഇവനോട് ഡീറ്റെയിൽസ് ചോദിക്കാനോ, അല്ലെങ്കിൽ ഇവൻ്റെ വണ്ടിയാണല്ലോ എടുത്തത്, അപ്പോൾ ഈ വണ്ടി ഇതിൽ ഭാഗമല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനോ, അങ്ങനെ എന്തോ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടാണ് എന്താണെങ്കിലും പോലീസുകാർ ഇവനെ വിളിപ്പിച്ച് കാണും, അല്ലെങ്കിൽ സാക്ഷിയാക്കാൻ ഇവൻ്റെ ഫ്ലാറ്റിൽ നിന്നുമാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യം, കാരണം ഇവൻ്റെ കയ്യിൽ നല്ല പിടിച്ചത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൻ മുൻകൂർ ജാമ്യം ചില ഒരു പ്രിക്വേഷൻ എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കാം. ഓട്ടോറിറ്റീസ് എന്താണെങ്കിലും അത് ചെയ്തു. ചെയ്ത സംഗതിയിൽ എവിടെയെങ്കിലും ഇവൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? ഞാനതാ നോക്കിയത്. കാരണം എനിക്കറിയുന്ന തൊപ്പി ഇങ്ങനെ ലഹരി രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അല്ല. അവൻ ചെയ്യൂല. കാരണം അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അവൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഇതും വെച്ച് നോക്കുമ്പോൾ അവൻ ഇങ്ങനത്തെ ലഹരി വസ്തുക്കളിൽ ഒട്ടും രാസലഹരി പോലത്തുള്ള സാധനങ്ങളിലേക്ക് പോകില്ല. കാരണം ഒരു കണ്ടിന്യൂസ്ലി വീഡിയോയിൽ പറയുന്ന ഒരാളാണ്. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, മനുഷ്യൻ്റെ ഓരോ സ്ഥിതികൾ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചാലും പിന്നെ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ഖാദർഭായിനെ കൊണ്ട് പാലാരിവട്ടം സ്റ്റേഷനിൽ SHOനെ വിളിപ്പിച്ചു. അതിനുശേഷം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിളിപ്പിച്ചു. ഇതിൽ ഈ ഓഫീസറും ഖാദർഭായും പറയുന്നതിൽ കൃത്യമായിട്ട് ഈ ഓഫീസർ പറയുന്നുണ്ട്, തൊപ്പി ഇതിൽ ഇപ്പോൾ വരെ പ്രതിയല്ല. കോടതിയിൽ ഈ മുൻകൂർ ജാമ്യത്തിന് അവർ റിപ്പോർട്ട് കൊടുക്കണമല്ലോ കോടതി ചോദിക്കുമ്പോൾ, അതിലും തൊപ്പി പ്രതിയല്ല. അല്ല അത് നമ്മൾ SI അന്വേഷിക്കുന്ന ഒരു കേസാണ്. അതിനകത്ത് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളിനെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്ക് ഷാവുമാര് മുൻകൂർ ജാമ്യത്തിനായിട്ട് പോയി. അതിനകത്ത് തൊപ്പി ഇതുവരെ കണക്റ്റഡ് ആയിട്ട് വന്നിട്ടില്ല. ആ കേസിൽ തൊപ്പി പ്രതി അല്ല അല്ലേ? അല്ല. അപ്പൊ സത്യത്തിൽ ഈ പറയുന്ന ആള് മണ്ടത്തരാണ് കാണിച്ചത്. അത് മണ്ടത്തരമാണ് കാണിച്ചത്. നമ്മൾ ഇനി കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറയാം. ഈ കൂടെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള വനിതാ സുഹൃത്തുക്കളുടെ റോള് ഞാൻ പറഞ്ഞു മനസ്സിലായി. അതിനകത്ത് നമ്മളൊരു ചെറിയൊരു സംശയം തോന്നിയിട്ട് 1-2 പേരെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചായിരുന്നു. അതിനെ തുടർന്ന് ഇവര് പോയതാ. അവർക്ക് എന്താണ് കാര്യമെന്ന് പോലും അവർക്ക് അറിയില്ല. ഓക്കെ. അപ്പൊ ഈ ഇങ്ങനെ ഒരു FIR നിലവിലുണ്ടല്ലോ ഈ ഇതില്. അല്ല, നമ്മളൊരു ഒരു FIR ഉണ്ട്. ആ FIRമായി ബന്ധപ്പെട്ട് നമ്മൾ പല ആൾക്കാരെയും സാക്ഷികളായിട്ട് കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുമല്ലോ. ഓക്കെ. ഈ നമ്മൾ വിളിച്ചു ചോദിക്കുന്ന എല്ലാവരും പ്രതികളല്ലല്ലോ. ഓക്കെ. അല്ല, ഇയാളുടെ സുഹൃത്തുക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? സുഹൃത്തുക്കളല്ല, ഇതിനകത്തൊരു പരിചയക്കാരനെ നമ്മള് ഈ കേസിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ ഇതിനായിട്ട് പോയതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ജാമ്യാപേക്ഷയുടെ റിപ്പോർട്ട് കോടതി ചോദിക്കുമ്പോൾ അതിൽ ഇയാൾ പ്രതിയല്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. നിലവിൽ പ്രതിയല്ലാതായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നിലവിൽ. ഓക്കെ. ശരി, താങ്ക് യു. പാലാരിവട്ടം സ്റ്റേഷൻ എന്നുള്ള ഇൻഫർമേഷനാണ് ഖാദർഭായി വിളിച്ചപ്പോൾ പോലീസ് ഓഫീസർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിലവിൽ തൊപ്പി പ്രതിയല്ല. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു FIR ഇടുമ്പോൾ അതിലിപ്പോൾ ഞാൻ പറഞ്ഞു തൊപ്പീൻ്റെ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ തൊപ്പിയെ അന്വേഷണ വിധേയമായിട്ട് ജസ്റ്റ് ഒന്ന് എൻക്വയർ ചെയ്യാൻ വിളിക്കും. മനസ്സിലായി? അത് തൊപ്പി പേടിച്ച് പോകാനുള്ളതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇത് എനിക്ക് അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് പേരൊക്കെ അറിയണ്ടേ. നമുക്ക് ഈ മെയിൻ സ്ട്രീം ചാനലുകളെ പോലെ അല്ലെങ്കിലും അത്യാവശ്യം ആളുകളായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട്
ഡാൻസ് ഓഫാണ് ഇത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഓഫീസറെ വിളിച്ച് സംസാരിച്ച സമയത്ത് അങ്ങേര് പറഞ്ഞത് ഇത് ഇവരുടെ ഫ്ലാറ്റിൽ കയറിയിട്ട് ഇവർ ഈ സാധനം ഈ 2 പയ്യന്മാരെ നിന്ന് പിടിക്കുന്ന സമയത്ത് ആ സിറ്റുവേഷനിൽ തൊപ്പി വീഡിയോ എടുക്കാൻ നോക്കിയെന്നും അതിനെ തുടർന്ന് ഇവരും തിരിച്ച് വീഡിയോ എടുക്കാൻ നോക്കി, അങ്ങനെ ഒരു ലൈക്ക് പേടിച്ചു പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് തൊപ്പി പോയി എന്നാണ് അവർ എന്നോട് ഇങ്ങനെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ പേടിച്ചു പോയതായിരിക്കാം, മനസ്സിലായോ? കാരണം തൊപ്പിക്ക് അറിയുന്നുണ്ടാവില്ല ഈ ഒപ്പമുള്ളവൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ട് എന്നുള്ളത്. ഡാൻസ് ഓഫ് സ്കെച്ചിട്ട് വരുമ്പോഴാണ് ഇവനും മനസ്സിലായിട്ടുണ്ടാവുക ചിലപ്പോൾ ഒപ്പമുള്ള ഇമാതിരി ടീമാണെന്നുള്ളത്. പിന്നെ ഈ ഡ്രൈവറെ പൊക്കിയപ്പോഴാണ് ഇപ്പോൾ ചോദിക്കൂലോടെ, ഇപ്പോൾ ഇവൻ്റെ ഡ്രൈവറാണ്, അന്വേഷണ വിധേയമായിട്ട് ഓക്കെ നീ എവിടെ ജോലി ചെയ്യും, ഇവൻ്റെ ഡ്രൈവറാണ്, ആ വണ്ടി ഏതാ, ആ വണ്ടി എടുക്കും, ആ സ്കീമാണ്. അപ്പോൾ വണ്ടി കൊണ്ടുപോയപ്പോൾ ഓണറെ ചോദിച്ചു കാണും, മൊഴി എടുക്കാൻ വേണ്ടി വിളിച്ചു കാണും. ഓക്കെ, ഈ മൊഴി എടുക്കാൻ വിളിക്കുന്നവരെല്ലാവരും പ്രതികളല്ലല്ലോ, അതാണ് പോലീസ് ഓഫീസറും പറഞ്ഞത്. പെൺകുട്ടികളുടെ കേസിലും പറഞ്ഞത് മൊഴി എടുക്കാൻ വിളിക്കുന്ന എല്ലാവരും കേസിലെ പ്രതികളല്ല. FIR ആരെ പേരിലാണോ ഒട്ടെ അവരാണ് പ്രതികൾ. പിന്നെ ഇനി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മേ ബി അതിൻ്റെ ബാക്കി ഫൈൻഡിങ്സ് എന്താ വരുന്നത് അതിനനുസരിച്ച് ചെയ്യാം, കൃത്യമായി പോലീസ് ഓഫീസർ പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഇവിടുത്തെ മീഡിയ ഈ തൊപ്പീനെ കിട്ടിയപ്പോഴത്തേക്ക് ഇതൊരു തരം 2ാം തരം പരിപാടിയാണ് ചാനലുകാർ, യൂട്യൂബേഴ്സ്, അത് എസ്പെഷ്യലി തൊപ്പിയുടെ കേസ് വരുമ്പോൾ കാണിച്ചു കൂട്ടുന്നത്. കാരണം ഈ ചെക്കനെ അങ്ങോട്ട് അങ്ങോട്ട് അലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വരും കുറേ എണ്ണം കുരു പൊട്ടിയിട്ട്. ഓക്കെ, ഉള്ളതാണെങ്കിൽ വിട്ടോ പറഞ്ഞോ, സീനില്ല. നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റാണ്ടുള്ള സ്കീമൊന്നുമില്ലല്ലോ. നമുക്ക് യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ചെറിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് എൻക്വയർ ചെയ്ത് പറഞ്ഞ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടാവാത്ത പരിപാടിയൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ ഉള്ളൂ, പക്ഷെ അത് ചെയ്യില്ല. പവറുള്ളവനും പൊളിറ്റിക്കലി മസിൽ പവറും മണി പവറുള്ള ഒരുത്തനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കൂ, മുക്കും സെറ്റിൽമെൻറ്റ് മുക്കൽ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ എത്ര സെറ്റിൽമെൻറ്റ് നടന്നിട്ടുണ്ട്, ഏതൊക്കെ ചാനലിൽ, ഏതൊക്കെ നടന്മാരെ, ഏതൊക്കെ നടിമാരുടെ എന്തൊക്കെ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഒരു വഴിക്ക് ചെയ്യാൻ പറ്റും. ഈ യൂട്യൂബിലുള്ളത് എസ്പെഷ്യലി തൊപ്പി പോലെ ഒരാളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറഞ്ചം പുറഞ്ചം 10 മറ്റേ തമ്മിലിടണം. പിന്നെ തൊപ്പിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യും, വെറുതെ അല്ല ഇവൻ ഡിപ്രഷനിക്ക് പോയത്, വെറുതെ അല്ല ഇവൻ ക്യാരക്ടർ മാറി നടക്കും, അന്ന് മുതലേ പേടിച്ചിരിക്കുക. ആളുകളുടെ നറേറ്റീവ് വേറെ, അത് ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ന്യൂസിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ FIR നിങ്ങളൊന്ന് FIR വായിച്ചറിയാം ഇവൻ അതിലില്ല എന്നുള്ളത്. ഓക്കെ, മുൻകൂർ ജാമ്യത്തിൽ പോയത് അവൻ്റെ പൊട്ടത്തരം, അല്ലെങ്കിൽ അവൻ പേടിച്ച് ചെയ്തത്, അത്രയേ ഉള്ളൂ അതിനകത്ത്. ഇതൊന്ന് അന്വേഷിച്ച് കൊടുക്കണതിന് പകരം ചുമ്മാ രാവിലെ മുതൽ വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും കൃത്യമായ വിവരം പോലീസ് ഓഫീസർ പറഞ്ഞതിൻ്റെ കോൾ റെക്കോർഡ് നിങ്ങൾ കേട്ടു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അത്യാവശ്യം ഇങ്ങനെ ഡാൻസ് ആപ്പിലുള്ളവർ സംസാരിച്ച സമയത്താണ് ഈ ഒരു വീഡിയോൻ്റെ സാധനം എനിക്ക് കേട്ടിട്ട് ചിരിയാണ് വന്നത്. അവിടുന്ന് വീഡിയോ എടുത്തപ്പോൾ പേടിച്ചു പോയി എന്ന് പറയുന്നത് ഈ ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു. ഷോ കാണിച്ചതായിരിക്കാം, ബട്ട് സ്റ്റിൽ ഷോ അല്ല, പേടി. ഒരു വട്ടം ചവിട്ടി വാതിൽ പൊളിച്ച് വന്നല്ലേ ഇവന്മാരെല്ലാവരും കൂടി, അപ്പം അത് പേടിച്ചു പോയതായിരിക്കാം ഈ പാവം. എന്താണെങ്കിലും ഇതുവരെ ഇവൻ പ്രതിയല്ല, പ്രതിപ്പട്ടികയിൽ ഇവൻ ഇല്ല. ഓക്കെ, ഇനി മേ ബി മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതിന് ഇതുവരെ ഇല്ലാത്ത സംഗതി ഇന്നലെ രാത്രി എടുത്തു പിടിച്ച് കൊണ്ടുവന്ന് തൊപ്പി. ഇതിപ്പോൾ കാണുന്ന ആരും വിചാരിക്കും ഇവനെ ഏതോ ലഹരി കേസിൽ അകത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യം എടുത്ത പോലെ തോന്നും. ഇവൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇവന് ലീഗൽ അഡ്വൈസ് കൊടുത്തവർ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞു കാണും, മനസ്സിലായ? അങ്ങനെ എന്തെങ്കിലും കൊടുത്തായിരിക്കും. എന്താണെങ്കിലും കോടതി ഇപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലേ വലിയ ഉറപ്പില്ല, പക്ഷേ ഇതിലൊക്കെ ഇനി കിട്ടാൻ അവരെ പ്രതിയല്ലാത്തൊരാൾക്ക് ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടാനാണോ പാട്. എന്താണെങ്കിലും ന്യൂസുകാരോട് പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ നെഞ്ചത്ത് അങ്ങനെ മറ്റേ അടുപ്പിൽ കൂട്ടി പൊങ്കാലിടരുത്, കുറച്ചൊക്കെ അന്വേഷിച്ച്